മന്ത്രി വീണ ജോർജിനെതിരെ പോസ്റ്റർ പതിച്ചെന്ന പരാതിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും ഓർത്തഡോക്സ് സഭ യുവജന പ്രസ്ഥാന സജീവ അംഗവുമായ ഏബൽ ബാബുവിന്റെ കാറാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ഡി ബിനോ, എവിടെ നിന്നാണ് ഈ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ബിനോയ്, എപ്പോഴാണ് പോലീസ് ഏബലിന്റെ കാർ കസ്റ്റഡിയിലെടുത്തത്? ഏബൽ സജീവ യുവജന ക്രൈസ്തവ വിഭാഗത്തിന്റെ സജീവ പ്രവർത്തകനാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് ഈ കാർ കസ്റ്റഡിയിലെടുത്തത്? മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണ്? അജി, ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഏബൽ ബാബുവിന്റെ കാറ് പത്തനംതിട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കസ്റ്റഡിയിലെടുക്കാൻ എത്തിയപ്പോഴേക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും KSU പ്രവർത്തകരും പോലീസിനെ തടഞ്ഞു. ഇവർ പ്രധാനമായി ഉന്നയിച്ച വാദം നോട്ടീസ് നൽകാതെ കാറ് കൊണ്ടുപോകാൻ അനുവദിക്കത്തില്ല എന്നായിരുന്നു. തുടർന്ന് കൂടുതൽ പോലീസ് എത്തിയ ശേഷമാണ് കാറ് അവിടെ നിന്ന് പത്തനംതിട്ടയിലേക്ക് എത്തിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും അന്വേഷണങ്ങളും പുരോഗമിക്കുകയാണ്. ആദ്യഘട്ട അന്വേഷണത്തിലാണ് ഈ ഏബലിന്റെ കാർ ഉപയോഗിച്ച് ആണ് പോസ്റ്റർ ഒട്ടിച്ചതെന്ന് കണ്ടെത്തിയത്. അതിനെ തുടർന്നാണ് ഇന്നലെ രാത്രിയോടെ കാർ കസ്റ്റഡിയിലെടുത്തത്. ഇനി തൊട്ടു പിന്നാലെ അതേസമയം ഏബൽ ഓർത്തഡോക്സ് സഭയുടെ യുവജന വിഭാഗത്തിന്റെ പ്രവർത്തകൻ മാത്രവുമല്ല, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അത്രയും ഒത്തുചേർന്ന് വാഹനം കൊണ്ടുപോകുന്നത് തടഞ്ഞത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവത്തിന് ആസ്പദമായ കാര്യങ്ങൾ നടന്നത്. പത്തനംതിട്ട നഗരത്തിലെ പള്ളികൾക്ക് മുന്നിൽ മന്ത്രി വീണ ജോർജിനെതിരെയുള്ള പോസ്റ്ററുകൾ പതിച്ചു. അപ്പോൾ ആ പോസ്റ്റർ പതിച്ച് മണിക്കൂറിൽ തന്നെ ഇത് വിവാദമാവുകയും ചെയ്തു. ചില മാധ്യമപ്രവർത്തകരാണ് പതിച്ചതെന്നായിരുന്നു ആദ്യ വിവാദം. എന്നാൽ അതിനെല്ലാം മാറി ഇപ്പോൾ ഇത് ഒട്ടിച്ചവരുടെയിലേക്ക് പോലീസിന് എത്തിച്ചേരാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. അതേസമയം പോസ്റ്റർ വിവാദവുമായി ബന്ധപ്പെട്ട ഇതുവരെ ഈ സഭാ നേതൃത്വമോ അല്ലെങ്കിൽ സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോ ഒന്നും തന്നെ ഇതുവരെയായി പറഞ്ഞിട്ടുമില്ല. അജി, ബിനോയ്, ഒപ്പം തന്നെ ഈ മന്ത്രി ആരോപിച്ചത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രവർത്തകരാണ് ഈ പോസ്റ്റർ പതിച്ചത്, ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ വേട്ടയാടുന്നു എന്ന തരത്തിലാണ് മന്ത്രി കഴിഞ്ഞ കുറെ ഈ പോസ്റ്റർ വിവാദവുമായി മന്ത്രി പ്രതികരിച്ചത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിലേക്ക് അന്വേഷണം എത്തിയിരിക്കുകയാണ്. അത്തരത്തിൽ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും വിശദീകരണങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട CPM കേന്ദ്രങ്ങൾ എന്താണ് പ്രതികരിച്ചിരിക്കുന്നത്? അല്ല, തീർച്ചയായും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മന്ത്രി വീണ ജോർജ് ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചിരുന്നു. ചിലപ്പോഴൊക്കെ തന്നെ തനിക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള അപകീർത്തിപ്പെടുത്തുന്ന പോസ്റ്റുകളും അതുപോലെ തന്നെ പരാമർശങ്ങളും ഒക്കെ ഉണ്ടാകുന്നുവെന്ന് തന്നെ ഇതിൽ തന്നെയായിരുന്നു വിമർശിക്കുന്നത്. എന്നാൽ മന്ത്രി ഇതുവരെയായും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. കാരണം ഇത് മാധ്യമപ്രവർത്തകരിലേക്കായിരുന്നു ആദ്യം ഇതിന്റെ വിവാദം എത്തിയതെങ്കിലും പിന്നീട് അതിപ്പോൾ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തനത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ CPM നേതൃത്വമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളോ പ്രതികരിച്ചിട്ടില്ല. കാരണം ഇന്ന് ഈസ്റ്റർ കൂടിയാണ്. ഒരുപക്ഷെ നാളെ ആയിരിക്കാം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രസ്താവനകൾ പുറത്തു വരാനുള്ള സാധ്യത. എന്തായാലും രണ്ട് ഭാഗങ്ങളിൽ നിന്നുള്ള പ്രസ്താവനയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്ന്, സഭാ നേതൃത്വത്തിന്റെ ഭാഗത്ത്, അതായത് സഭയിൽ അടുത്തു നിൽക്കുകയും സഭയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ഒരാൾ കൂടിയാണ് ഏബൽ. ആ ഏബലിന്റെ വാഹനമാണ് പോസ്റ്റർ ഒട്ടിക്കാൻ കൊണ്ടുപോയെന്ന കാരണത്താൽ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. മാത്രമല്ല CPM നേതൃത്വവും വളരെ ശക്തമായി നോക്കിക്കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ CPM നേതൃത്വത്തിന്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അജി, ഈ ഏബലിന്റെ ഇന്ന് രാവിലത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ്? കാരണം വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു ഇന്നലെ രാത്രിയിലും ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ എങ്ങനെയാണ് ഇതിനോട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതികരണം? നിലവിൽ ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാരും തന്നെ പ്രതികരിച്ചിട്ടില്ല. കാരണം ഇന്നലെ രാത്രി വൈകിയാണ് കാർ കസ്റ്റഡിയിൽ വെക്കുന്നത്. ഇതേ ചൊല്ലി വലിയ വിവാദങ്ങൾ അതുപോലെ തന്നെ വാക്കേറ്റവും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കൂടുതൽ പോലീസ് എത്തി ഈ വാഹനം കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ വാഹനം പത്തനംതിട്ട പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ സൈബർ തലത്തിലുള്ള അന്വേഷണങ്ങളിലേക്കാണ് ഇനിയിപ്പോൾ പോലീസ് കടക്കാൻ പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒട്ടിച്ച ആളിലേക്കും അതുപോലെ ഒട്ടിക്കാൻ സഹായിച്ച ആളുകളിലേക്കും ഒക്കെ തന്നെ എത്തിച്ചേരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ്. ആരോഗ്യമന്ത്രിക്കെതിരായ പോസ്റ്റർ പ്രചരണം അടൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രിയാണ് വാഹനം കസ്റ്റഡിയിലെടുത്തത്. ഈ വാർത്തകളുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും ഡി ബിനോയ്.